യെസ്, ഇറ്റ്സ് മി മാനു പറ്റമൽ ഫ്രം മാനസ് കാർ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊമ്പനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അതായത് മഹീന്ദ്രയുടെ തന്നെ പടക്കുതിര എന്നറിയപ്പെടുന്ന, അതായത് മഹീന്ദ്രയെ ഇത്രയും ദൂരത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുവരാൻ ഇത് ത്രാണിയുള്ള അല്ലെങ്കിൽ കെൽപ്പുള്ള, മഹീന്ദ്രയുടെ തന്നെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് മഹീന്ദ്ര തന്നെ അവകാശപ്പെടുന്ന മഹീന്ദ്രയുടെ ഒരു സ്കോർപിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സ്കോർപിയോ അന്ന് ഇറങ്ങിയ അന്ന് മുതൽ ജനങ്ങളിൽ വളരെയധികം ഈ സ്കോർപിയോക്ക് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഉണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, സ്കോർപിയോ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴും സ്കോർപിയോ തന്നെ ഉപയോഗിക്കുള്ളൂ. ആ സ്കോർപിയോയിൽ ചെറിയ തനതായ മാറ്റങ്ങൾ കമ്പനി വരുത്തി. അതുകൊണ്ട് തന്നെ സ്കോർപിയോ എന്നും ജനങ്ങളിൽ മാറ്റം ഉളവാക്കിയത് കാരണം ജനങ്ങളിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ 2015-16 കാലഘട്ടത്തിൽ സ്കോർപിയോ ബോഡിയിൽ മാറ്റം വരുത്താതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയതായി അവതരിപ്പിച്ചപ്പോൾ എന്തോ ജനങ്ങൾ സ്കോർപിയോയിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ മോഡൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം. പക്ഷേ അതിൽ തിരിച്ചു വരുവോളം കമ്പനി പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ ഒരു ആർഭാടപരമായിട്ടുള്ള ഒരു ലക്ഷറി ഫീൽ തന്നെ ലഭിക്കുന്ന, എന്നാൽ ഓഫ് റോഡ് സെഗ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ എൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളത്. അതായത് എവിടെയും വലിഞ്ഞു കയറാനും എവിടെയും നിന്ന് രക്ഷപ്പെടാനും കഴിവുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു വാഹനം ഉള്ള പേരിലാണ് മഹീന്ദ്ര അത് അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഇത് 2023 രജിസ്റ്റർ ചെയ്തിട്ടില്ല, സിംഗിൾ ഓണർഷിപ്പിലാണ്, വെറും ആക്സിഡൻറ്റോ ക്ലെയിമോ ഒന്നുമില്ലാത്ത. എന്നാലോ N8 എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ, L ഫോർ ലക്ഷറി, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അതായത് വിത്ത് സൺറൂഫ്, 10-12 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ട് വിത്ത് കമ്പനി സർവീസിൽ ഉപയോഗിക്കുന്ന ഈ വാഹനമാണ് ഉള്ളത്. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഇതിൻ്റെ പുതിയ വാഹനത്തിന് 28 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന നിങ്ങൾക്ക് ഏകദേശം 10 ലക്ഷം രൂപയിൽ താഴെ കുറഞ്ഞ എമൗണ്ടിന് മാനസ് കാർ വേൾഡിൽ ഇത് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ, അതായത് ഫുൾ 100% ലോണും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ തലയെടുപ്പോട് തന്നെ മഹീന്ദ്രയുടെ ന്യൂ വെർഷൻ എംബ്ലത്തോട് കൂടി നല്ല നീറ്റായിട്ട്. ഈ ഗ്രില്ലിന് പ്രത്യേകത ഉണ്ട്, ഇത് സ്കോർപിയോ ഇറങ്ങിയ ആ കാലം മുതൽ തന്നെയുള്ള ഗ്രില്ലാണ്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അതായത് ഞാൻ സ്കോർപിയോ, എൻ്റെ സ്വഭാവം ഇതാണെന്ന് കമ്പനി തന്നെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ല് കമ്പനി ഈ വാഹനത്തിലും ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാണ്. ഫോഗ് ലാമ്പൊക്കെ വളരെ ഭംഗിയോട് കൂടി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇത് നമ്മൾ ഓൾറെഡി പോളിഷിങ്ങോ മറ്റോ ഒന്നും കഴിഞ്ഞില്ല. ഈ വാഹനം വന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് ഈ വാഹനം ടഫ്ലോൺ പോളിഷെല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് മാത്രമേ ഞങ്ങൾ നൽകുകയുള്ളൂ. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നല്ല നീറ്റാണ്. അതായത് ക്ലെയിം ഒന്നും വാങ്ങിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം, അതായത് റീപെയിൻറ്റിങ് നടന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റാണ്. ഈ കവിളിൻ്റെ ഈ ഭാഗത്തിൽ ഒരു പോറൽ വന്നിട്ട് ഇവിടെ ഒരു റീപെയിൻറ്റിങ് നടന്നതായിട്ട് എനിക്ക് ഇവിടെ കാഴ്ചയിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് കാണാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇതിൻ്റെ മീറ്ററിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടിയാണ് അതിൻ്റെ മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന എല്ലാ വാണിങ്ങുകളും നമുക്ക് ഓൾറെഡി മ്യൂസിക് സിസ്റ്റത്തിലാണ് കാണാറുള്ളത്. പിന്നെ അതൊരു കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡാഷാണ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺറൂഫ് സാധാരണ ഒരു 60 ലക്ഷം രൂപേൻ്റെ ഫോർച്യൂണറിൽ വരെ സൺറൂഫ് വരുന്നില്ല. പക്ഷേ അതിൻ്റെ പകുതി മാത്രം വിലയുള്ള ഇതേപോലത്തെ വാഹനങ്ങളുടെ ഭയങ്കര സൺറൂഫ് വന്നിട്ടുണ്ട്. സൺറൂഫ് ഇന്ന് ആവശ്യമില്ലെങ്കിലും അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അവർ ഒരു വാഹനം വാങ്ങാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവരെന്താ പറയുക, വിത്ത് സൺറൂഫുള്ള വാഹനം വാങ്ങാൻ വേണ്ടി മാത്രമേ അവർ നമ്മൾ നിർദ്ദേശിക്കാറുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് അവർക്കാണ്. നമ്മൾക്ക് ഒരു പക്ഷേ ഇതിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനോ ഒരിക്കലും നമ്മൾ മുതിരാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പിന്നെ ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് 12 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് 2 സ്റ്റിയറിംഗിൽ, ഡാഷിൽ വരുന്നുണ്ട്, പോസ്റ്റിൽ വരുന്നുണ്ട്, ഈ പോസ്റ്റിൽ വരുന്നുണ്ട്, സീറ്റിൽ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ള എയർ ബാഗ്. അതായത് ഇൻ കേസ് വാഹനം അപകടത്തിൽ പെടാതിരിക്കട്ടെ, അപകടത്തിൽ പെടുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മളെ ഫുൾ കവേർഡ് ആയിക്കൊണ്ട് തന്നെ ഇതിൻ്റെ എയർ ബാഗ് വർക്ക് ചെയ്യും. അത് കാരണം നമുക്ക് അപകടം വരാതെ ഇരിക്കാൻ കമ്പനി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് സേഫ്റ്റിയിൽ അത്രയും പ്രാമുഖ്യം മഹീന്ദ്ര കൽപ്പിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വാഹനങ്ങളിലെ മറ്റു പ്രത്യേകത, ഇത് ഓഫ് റോഡായാലും ഓൺ റോഡായാലും ആയിക്കഴിഞ്ഞാലും നമുക്ക് ഓടിക്കുന്ന സമയത്ത് വളരെ നിഷ്പ്രയാസം ഓടിക്കാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ മറ്റു കാര്യങ്ങളാണ് മഹീന്ദ്ര ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നിങ്ങൾ ഇത് ഒരു കമ്പയർ ചെയ്യുന്ന ക്രിസ്റ്റയോടൊക്കെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2023 വരുന്ന ക്രിസ്റ്റൻ്റെ വില എത്ര വരുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഫിനാൻഷ്യലി നമുക്ക് ഇതിൽ ഒരു 100% ലോണും കിട്ടും. ഈ സാധാരണ എന്താ പറയുക, ലോണും കിട്ടും എന്ന് പറയുമ്പോൾ വേറെ കാര്യം പറയാം, ഇതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം. ചിലയിടത്ത് നമ്മൾ ലോൺ ഫുള്ളായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് എനിക്ക് വണ്ടി വേണം, ഫുൾ ലോൺ വേണം തന്നെ വരും. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല. കാരണം നമുക്കറിയാലോ, ലോൺ ആരാണോ നൽകുന്നത്, ബാങ്കാണ്. ബാങ്കിൽ നമ്മൾ എലിജിബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഞങ്ങൾ അതായത് മാനുസ് കാർ വേൾഡ് എപ്പോഴും പറയാനുള്ളത്, ഈ ഞങ്ങൾ കൊടുക്കുന്ന വാഹനത്തിന് എത്ര ലോൺ കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞോ അത് കിട്ടിയിരിക്കും. അത് ആ വാഹനത്തിനാണ്. ആ വ്യക്തിക്ക് കൂടെ കിട്ടുമോ എന്നുള്ളത് ആ വ്യക്തിൻ്റെ സിബിൽ സ്കോറും മറ്റും ആസ്പദമാക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ വാഹനം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് 17,70,000 രൂപയ്ക്ക് നമുക്കിത് നൽകാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് 19-20 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഒരിക്കലും ലോൺ എടുക്കുന്നതിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ വാങ്ങാം. അപ്പോൾ ഈ വാഹനത്തിന് ഇത്ര ലഭിക്കും എന്ന് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വാഹനങ്ങളുടെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ RC കോപ്പി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, എന്ത് ഡീറ്റെയിൽസ്, എനിത്തിങ് മോർ ഡീറ്റെയിൽസ്, you can contact me. Our office is Manus Car World. Our phone number 9188551234. Once again, it's me Manu Pattamel from Manus Car World.